തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ശേഖരിച്ച ദുരിതാശ്വാസ സാമഗ്രികൾ റാന്നിയിലെത്തിച്ചു. ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ നേതൃത്വത്തിലാണ് സാമഗ്രികൾ എത്തിച്ചത്. വിവരങ്ങളുമായി ഗോകുലാണ് ചേരുന്നത്. ഗോകുൽ, എപ്പോഴായിരുന്നു ഈ സാമഗ്രികളും എല്ലാം അവിടെ എത്തിച്ചത്? എന്താണ് വിവരങ്ങൾ? ആരിശ്രീ, തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന് അതിന് സഹായവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കോർപ്പറേഷനിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ നിലവിൽ പത്തനംതിട്ടയിൽ എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, വലിയൊരു ലോറി നിറയെ സാധന സാമഗ്രികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാമഗ്രികളും അവർ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭക്ഷണ വസ്തുക്കൾ, അതോടൊപ്പം തന്നെ കുടിവെള്ളം, അതോടൊപ്പം തന്നെ അവർക്ക് മറ്റാവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും ഈ പ്രളയ ദുരന്തത്തിൽ നിന്ന് അവർക്ക് കരകയറുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികളും എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റാന്നിയിലെ നിലവിൽ താലൂക്ക് ഓഫീസിലേക്കാണ് ഈ സാധനങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഒപ്പം തിരുവല്ലയ്ക്കും ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. റാന്നി തഹസീൽദാർക്കാണ് അല്പസമയം മുമ്പ് സാധന സാമഗ്രികൾ പൂർണ്ണമായിട്ടും കൈമാറിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവനന്തപുരത്തു നിന്നും ഈ സാധനങ്ങളൊക്കെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നത്. അല്പസമയം മുമ്പ് ഡെപ്യൂട്ടി മേയർ തന്നെ ഈ സാധനങ്ങൾ ഔദ്യോഗികമായിട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. റാന്നി തഹസീൽദാർ പറയുന്നതനുസരിച്ച് പത്തനംതിട്ടയിൽ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ട് ആദ്യമായിട്ടൊരു തദ്ദേശ സ്ഥാപനം ഇത്തരത്തിൽ സഹായം നൽകുന്നത് അത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് എന്നുള്ള ഒരു കാര്യമാണ് തഹസീൽദാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഈ സാധന സാമഗ്രികൾ കൈമാറിയിരിക്കുകയാണ്. എന്തായാലും അവരതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ BJP നേതാക്കളും ഒക്കെ തന്നെ ഈ സംഘത്തോടൊപ്പം തന്നെയുണ്ട്. എന്തായാലും വലിയൊരു ആശ്വാസവുമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും അതോടൊപ്പം തന്നെ വീടുകൾ നശിച്ചവർക്കും വീടുകളിലെ സാധന സാമഗ്രികളൊക്കെ പ്രളയജലത്തിൽ ഒഴുകിപ്പോയവർക്കും എല്ലാം വലിയ ആശ്വാസം തന്നെയാണ്. എന്തായാലും ആശാനാഥിനോട് കൂടുതൽ കാര്യം ചോദിക്കാം. ആശേജി, തഹസിൽദാർ പറഞ്ഞു ആദ്യമായിട്ടാണ് പത്തനംതിട്ടയിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ആദ്യമായിട്ടൊരു സഹായം എത്തുകയാണ്, അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന്. അതെ, നമുക്കത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അഭിമാനം തോന്നുകയാണ്. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, നമ്മൾ ഒരൊറ്റ ദിവസത്തെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇത്രയും നമുക്കൊരു കളക്ട് ചെയ്യാൻ സാധിച്ചത്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക്, അതായത് റാന്നിയിൽ ദുരന്തം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് നമ്മൾക്കുണ്ടാവണം എന്ന രീതിയിൽ ഒരു മെസ്സേജ് നമ്മളെല്ലാവരും ഷെയർ ചെയ്തതിൻ്റെയും വീഡിയോ ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളിതിനു വേണ്ടി മീറ്റിങ്ങും ഒക്കെ തന്നെ നമ്മൾ കൂടിയത്. പിറ്റേ ദിവസം രാവിലെ മുതൽ കളക്ഷൻ ആരംഭിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് ഈ 3 ലോഡ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം തഹസീൽദാർ പറഞ്ഞു, കഴിഞ്ഞ തവണയും പ്രളയം ഉണ്ടായിരുന്നു, അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി ഒരിക്കലും ഒരു പ്രളയം ഉണ്ടാവരുതെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു പ്രളയം വന്നു. കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം, പലരും കൃത്യമായിട്ടുള്ള കൈകളിൽ എത്തിയിട്ടില്ല, അർഹരായിട്ടുള്ള കൈകളിൽ എത്തിയിട്ടില്ല എന്ന് പല പരാതികളും കേട്ടു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ നിർബന്ധമുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടാണ്. ഇപ്പോൾ കൗൺസിലേഴ്സ് അടക്കം വാർഡുകളിലെ പല വീടുകളിൽ തോറും കയറി ഇറങ്ങി, പല ഷോപ്പുകളിലും ഒക്കെ കയറി ഇറങ്ങിയാണ് അവർ ഈ ഇത്തരം സാധനങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്തത്. അപ്പോൾ അത് കൃത്യമായിട്ട് അർഹമായിട്ടുള്ള കൈകളിൽ എത്തണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നേരിട്ട് തഹസീൽദാറിനെ ഏൽപ്പിച്ചത്. അപ്പോൾ നമുക്കതൊരു സന്തോഷവും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായി കൊണ്ടുവരാൻ സാധിച്ചത് വളരെ ഒരു അഭിമാനവുമായിട്ട് തന്നെ കാണും. അങ്ങനെ ഒരു കാര്യമാണ് ചേച്ചി ചോദിക്കുകയാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ വെള്ളക്കെട്ട് ഉണ്ടായില്ല എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. അത് കൃത്യമായിട്ട് നടപടികൾ പൂർത്തീകരിച്ചതുകൊണ്ട് അവിടെ എന്തായാലും ഈ അങ്ങനത്തെ സാഹചര്യം ഒന്നും ഉണ്ടായി. അതെ, ഇപ്രാവശ്യം നമുക്ക് മഴക്കാലപൂർവ്വ ശുചീകരണം വളരെ നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചു. നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും, സാധാരണ എപ്പോഴും മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞാലും അത് മഴക്കാലത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ഭരണസമിതി വന്നപ്പോൾ മഴക്കാലത്ത് മുമ്പ് തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും കൃത്യമായിട്ട് നമ്മൾ ശുചീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഇത്രയും വലിയ മഴ പെയ്തിട്ട് നമ്മുടെ തിരുവനന്തപുരം വെള്ളത്തിനടിയിലോ അല്ലെങ്കിൽ വെള്ളക്കെട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. സാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ ഒരു സഹായത്തെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? മാഡം പറഞ്ഞത് കറക്റ്റാണ്. ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ എല്ലാവരുടെയും നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വസ്ത്രം എക്സസ്സായിട്ട് അതുപോലെ വസ്ത്രങ്ങളെല്ലാം കൂടുതലായിരുന്നു. വെളിയിൽ നിന്ന് ഔട്ട്സൈഡ് സീറ്റിൽ നിന്നൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ ആൾക്കാരാണ്. ഇപ്രാവശ്യം ആരും സ്പോൺസർ ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ക്യാമ്പുകളിലൊക്കെ സന്ദർശിച്ച സമയത്ത് സാറേ ഞങ്ങൾക്ക് വസ്ത്രം അതുപോലെ പായ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കൂടി ചെല്ലുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കടുങ്കാപ്പി ഇടാൻ പോലുമുള്ള പാത്രം പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. വസ്ത്രങ്ങൾ ഞങ്ങൾ എവിടുന്ന് കിട്ടുമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള കാര്യങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ച് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ട് വേറെ ഒരു വകുപ്പുകളോ ഒരു പ്രസ്ഥാനക്കാരോ നമുക്ക് ഭരണകൂടത്തിൻ്റെ ലെവലിൽ നിന്ന് വിതരണം ചെയ്യാനുള്ള ഒരു സാധന സാമഗ്രികൾ നമ്മൾ തന്നില്ല.
അതിന് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. ഇന്ന് തന്നെ നമ്മളത് സോർട്ട് ചെയ്തിട്ട് ഏതൊക്കെ ക്യാമ്പിലാണ് കൊടുക്കാനുള്ളത്, എവിടെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതലുള്ളത്, അവിടെ കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ് കറക്റ്റായ രീതിയിൽ അളവിൽ അതൊന്നും മിസ്ലേനിയസ് ആയിട്ട് പോകാതെ തന്നെ എത്തിക്കാൻ വേണ്ട എല്ലാ പ്രക്രിയയും ഞങ്ങൾ ചെയ്യും. അതിന് നല്ലൊരു ടീം നമ്മുടെ താലൂക്ക് ഓഫീസിൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ട്. ഇന്ന് തന്നെ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. സാർ എന്തായാലും അങ്ങനെ തന്നെയാണ്. ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു സഹായം അതിന് വലിയ ആശ്വാസകരമായിട്ട് തന്നെയാണ് റാന്നി തഹസിൽദാർ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ പ്രളയ സഹായം എത്തുന്നത് ആദ്യമായിട്ടാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണ് സഹായം എത്തുന്നത് എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഡെപ്യൂട്ടി മേയറും അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുകയുണ്ടായത്. ഒപ്പം ഈ അർഹരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് ഈ സാധന സാമഗ്രികൾ ഇന്ന് തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് തഹസിൽദാർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഗോകുൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ശേഖരിച്ച ദുരിതാശ്വാസ സാമഗ്രികളെല്ലാം തന്നെ റാന്നിയിൽ എത്തിച്ചിരിക്കുകയാണ്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.